മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വെള്ളിയാഴ്ച അവതരിപ്പിക്കുന്ന ബജറ്റിലേക്ക് വലിയ പ്രതീക്ഷയോടെയാണ് സർക്കാർ ജീവനക്കാർ കണ്ണുനട്ടിരിക്കുന്നത്. ജനുവരി മാസം നൽകേണ്ട സർക്കാർ ജീവനക്കാരുടെ 2% DA കുടിശ്ശിക മുൻകാല പ്രാബല്യത്തോടെ നൽകാൻ ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വെള്ളിയാഴ്ച അവതരിപ്പിക്കാനിരിക്കുന്ന ബജറ്റിലേക്ക് വലിയ പ്രതീക്ഷയോടെയാണ് സർക്കാർ ജീവനക്കാർ കണ്ണും നട്ടിരിക്കുന്നത്. ജനുവരി മാസം നൽകേണ്ട സർക്കാർ ജീവനക്കാരുടെ 2% DA കുടിശ്ശിക മുൻകാല പ്രാബല്യത്തോടെ നൽകാൻ ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ സർക്കാർ മുൻകാല പ്രാബല്യമില്ലാതെയാണ് DA കുടിശ്ശിക അനുവദിച്ചിരുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു. ഇതിലൂടെ വന്ന കോടികളുടെ കുടിശ്ശിക ഘട്ടം ഘട്ടമായി നൽകുമെന്ന പ്രഖ്യാപനവും ബജറ്റിൽ പ്രതീക്ഷിക്കാം. പങ്കാളിത്ത പെൻഷന് ബദലായി കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ച അഷ്വേർഡ് പെൻഷൻ പദ്ധതി പുതിയ സർക്കാർ ഉപേക്ഷിച്ചേക്കും. പകരം പങ്കാളിത്ത പെൻഷനിലെ സർക്കാർ വിഹിതം 10% നിന്ന് 14% ഉയർത്താനുള്ള സർവീസ് സംഘടനകളുടെ ആവശ്യവും അംഗീകരിച്ചേക്കും. പങ്കാളിത്ത പെൻഷനിൽ ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനവും ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പെൻഷൻ പ്രായം കേന്ദ്ര സർക്കാരിന് തുല്യമാക്കി വർദ്ധിപ്പിക്കാൻ ധവളപത്രം ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ യുവജന പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്ന ശുപാർശ പരിഗണിക്കുന്നില്ലെന്നാണ് വിവരം. ശമ്പള പരിഷ്കരണത്തിന് കഴിഞ്ഞ സർക്കാർ നിയോഗിച്ച കമ്മിറ്റി കാലാവധി കഴിഞ്ഞിട്ടും റിപ്പോർട്ട് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കമ്മിറ്റിയെ പുനഃസംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനവും ഇത്തവണത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.